السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ഇത്രയും ദിനരാത്രങ്ങൾ നമുക്ക് കിട്ടി. നമ്മൾ പലരും സിയാമും ഖിയാമും അദ്കാറും തിലാവത്തുമൊക്കെയായി കഴിച്ചുകൂട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാലിഹായ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ദിവസങ്ങളാണെങ്കിൽ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. റമദാൻ തുടങ്ങിയത് ഇന്നലെ ആയതുപോലെയാണുള്ളത്. ഇനിയിപ്പോൾ റമദാൻ 20 കഴിഞ്ഞ് റമദാൻ എങ്ങനെ മുന്നോട്ട് പോവാൻ. വളരെ പെട്ടെന്ന് തന്നെ ഈ റമദാൻ മാസം നമ്മളിന്ന് വിട പറയും. പെരുന്നാളാവും. അതിനു മുമ്പ് ഈ പരിശുദ്ധ റമദാൻ മാസത്തിലെ ഓരോ നിമിഷവും അതിൻ്റെ പരമാവധി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നിമിഷം പോലും നാം പാഴാക്കി കളയരുത്. പ്രിയപ്പെട്ടവരെ, പല റമദാൻ കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതത്തിലെ പല റമദാനുകളിലും നമുക്ക് പല തിരക്കുകളുമായിരുന്നു. കച്ചവടത്തിൻ്റെ തിരക്കുകൾ, ജോലിയുടെ തിരക്കുകൾ, പരിപാടികളുടെ തിരക്കുകൾ, അങ്ങനെ പലതും. പക്ഷേ നമ്മൾ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ആ തിരക്കുകളുടെ ഒന്നും ഒഴികഴിവ് ഈ റമദാനിൽ പറയാനില്ല. നമ്മുടെ വീട്ടിലാണ്, സ്വസ്ഥമാണ്, സമാധാനത്തിലാണ്, ശാന്തിയിലാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യാനുള്ള സമയം എമ്പാടും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ മാസം നാം അമലുകൾ വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഏത് റമദാൻ മാസത്തിലാണ് നാം അമല് വർദ്ധിപ്പിക്കാൻ പോകുന്നത്? അതുകൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി സമയം ഉപയോഗിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അദ്കാറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് അമലുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളൊന്നും അധികം ശ്രദ്ധിക്കാത്ത ചില സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് തൗബയുടെ നമസ്കാരം. ഇപ്പോൾ നമ്മൾ മിക്ക ആളുകളും രാത്രി ഹയാത്താക്കായിരിക്കുമല്ലോ. പിന്നെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ രാത്രി ഇങ്ങനെ എഴുന്നേറ്റ് ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് നിസ്കരിക്കാവുന്ന ഒരു നമസ്കാരമാണ് തൗബയുടെ നമസ്കാരം. 2 റക്അത്ത് തൗബയുടെ നമസ്കാരം നിയത്തിൽ 2 റക്അത്ത് സാധാരണ നമസ്കാരം പോലെ നമസ്കരിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകൾ മുഴുവൻ ഏറ്റുപറയുക. കാരണം ഈ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ തൗബക്കും അള്ളാഹുവിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള മാപ്പിനും വലിയ പ്രസക്തിയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ഞങ്ങൾ അധികരിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ദുആയാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ചയെ മാപ്പ് നൽകുന്നവനെ ഇഷ്ടപ്പെടുന്നവനുമാണ്. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണമേ എന്ന് ആ ദുആ നിങ്ങൾ അധികരിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരിക്കലും നമ്മൾ നിസ്സംഗമായി എത്രയെങ്കിലും എണ്ണം കണക്കാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ചൊല്ലിയിട്ടുണ്ട് എന്ന സമാധാനം നമുക്ക് കിട്ടാൻ വേണ്ടി ആകരുത് ഒരിക്കലും ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത്. ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥന, ഈ ഒരു ദുആ നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതെന്നാണ് കഴിഞ്ഞ കാല ജീവിതത്തിലെ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള നിമിഷങ്ങൾ, സമയങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ നാം ഒരിക്കലും മറക്കാത്ത ചില തെറ്റുകളുണ്ടാവും. ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത ചില തെറ്റുകൾ. അങ്ങനെ ഒരു തെറ്റില്ലാത്ത ആരും മനുഷ്യരായി ജീവിക്കുന്നില്ല എന്നതാണ് സത്യം. നമുക്കൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ മുഴച്ചു നിൽക്കുന്ന പാപകർമ്മങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. ആ പാപത്തെക്കുറിച്ചും ആ തെറ്റുകളെക്കുറിച്ചും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ കാണിച്ച നന്ദികേടിനെക്കുറിച്ചും നാം ഒഴിവാക്കിയ നമസ്കാരങ്ങളെക്കുറിച്ചും നാം പറഞ്ഞ ഫിത്നകളെക്കുറിച്ചും എല്ലാം ഓർമ്മിച്ച് നമ്മുടെ ഹൃദയം വേദനിക്കണം.
നമ്മുടെ മനസ്സ് വേദനിക്കണം. ആ വേദനയോട് കൂടിയാവണം അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത്, മാപ്പ് ഇഷ്ടപ്പെടുന്ന റബ്ബേ, മാപ്പ് നൽകുന്നവനായ റബ്ബേ, എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന് ഈ ഒരു വേദനയോടെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന് വലിയ മഹത്വമുണ്ട്, വലിയ ഔന്നത്യമുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ പറയാൻ കഴിയണം. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഒന്നിൽ കൂടുതൽ തവണ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അത്താഴത്തോട് സമയമെടുക്കുമ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ അങ്ങനെ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അല്ലാഹു എനിക്ക് പുറത്തു തരണേ, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങാണ്. ഈ പ്രാർത്ഥന നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം. എന്താണ് ഇസ്തിഗ്ഫാറിന്റെ നേട്ടങ്ങൾ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞിട്ടുണ്ട്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. നിങ്ങൾക്ക് മഴ വർദ്ധിപ്പിച്ചു തരും, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും, നിങ്ങളുടെ സന്താനങ്ങൾ വർദ്ധിപ്പിച്ചു തരും. ഇങ്ങനെ നമുക്ക് ഉഖ്റവിയായ നേട്ടങ്ങൾക്ക് പുറമെ ദുനിയവിയായ നേട്ടങ്ങൾ കൂടി ലഭിക്കാനുള്ള വലിയൊരു മാർഗമാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് ഒരു തവണ നമുക്ക് പറയാൻ വേണ്ടത് ഏറ്റവും കൂടിയത് 2 സെക്കൻഡാണ്. 2 സെക്കൻഡ് മാത്രമേ, 2-3 സെക്കൻഡ്. നമുക്കതൊരു 1000-100 തവണ പറയാൻ 2 മിനിറ്റാണ് നമുക്ക് വേണ്ടത്. 1000 തവണ നമുക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടി നമുക്ക് വേണ്ടി വരുന്ന സമയം 20 മിനിറ്റാണ്. 1 മണിക്കൂർ നമ്മൾ ഇരുന്നാൽ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മാത്രം ഈ ഒഴിവ് സമയത്ത് നാം മാറ്റിവെച്ചാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് 3000-ഓളം ഇസ്തിഗ്ഫാർ നമുക്ക് ചൊല്ലാൻ പറ്റുന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ഫضലുള്ള സംഗതിയാണ്, വലിയ മഹത്വമുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈ റമദാൻ തീരുന്നതിൻ്റെ മുന്നേ എത്ര നമുക്ക് പറ്റുമോ അത്രയും ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഒരുപാട് അദ്കാറുകളുണ്ട്. നമ്മുടെ ഉമ്മ ജുവൈരിയ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, അവരിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ വീട്ടുമുറ്റത്തൂടെ, പള്ളിയുടെ ഓരത്തായിരുന്നല്ലോ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ വീടുകൾ, അവരുടെ വീടിന്റെ പുറത്തൂടെ പോകുമ്പോൾ അവർ നമസ്കാര പായയിലായിരുന്നു. സുബഹി നമസ്കരിച്ച് അങ്ങനെ നമസ്കാര പായയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞിട്ട് അങ്ങ് പോയി. പിന്നെ ദുഹറിനോട് അടുപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും ജുവൈരിയ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ ആ പായയിൽ തന്നെ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ മണിക്കൂറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടെ ചോദിച്ചു, നീ ആ ഇരുത്തം ഈ സമയം വരെ ഇരിക്കുകയാണോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ, ഞാൻ ആ ഇരുത്തം തന്നെ ഇരിക്കുകയാണ്, അദ്കാർ ചൊല്ലി ഇരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇത്രയും നേരം ഇരുന്ന് ചൊല്ലിയത് പോലെയുള്ള പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്ർ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ ഉച്ചവരെ മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കാതെ നിരന്തരമായി നാം അദ്കാറിൽ ഏർപ്പെടുത്തിന്റെ പുണ്യം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നു. അതുപോലെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബീബതാനി ഇല റഹ്മാൻ ഖഫീഫതാനി അലൽ ലിസാൻ തഖീലതാനി അലൽ മീസാൻ. അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട 2 വാക്കുകൾ, മീസാനിൽ തൂക്കുന്ന സമയം ഏറെ കനം തൂങ്ങുന്ന 2 വചനങ്ങൾ. അതുപോലെ തന്നെ നാവിന് ഏറെ കനം കുറഞ്ഞ 2 വചനങ്ങൾ. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ അദ്കാർ നമ്മൾ കൂടുതലായി വർദ്ധിപ്പിക്കുക. അതുപോലെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം എന്ന മഹത്തായ ദിക്ർ. അതിൽ തസ്ബീഹ് വന്നു, തഹ്മീദ് വന്നു, തക്ബീർ വന്നു, തഹ്ലീൽ വന്നു, എല്ലാം വന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ദിക്ർ നമ്മൾ കൂടുതലായി വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആന്റെ പാരായണം. നമുക്ക് റമദാൻ മാസം നമ്മൾ വിട പറയാൻ പോവാൻ, ഖുർആനുമായി നാം ഏറ്റവും കൂടുതൽ ഹൃദയബന്ധം സ്ഥാപിക്കേണ്ടത് ഈ ഒരു മാസത്തിലാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഖുർആൻ പരമാവധി പാരായണം ചെയ്യുക. അത്യാവശ്യം നന്നായി പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ഖുർആൻ ഓതാൻ വേണ്ടി വരുന്ന സമയം വെറും 20 മിനിറ്റാണ്. ഒരു ജുസ് ഓതാൻ 20 മിനിറ്റാണ് വേണ്ടി വരിക. അങ്ങനെ 20 മിനിറ്റിൽ 20 അല്ലെങ്കിൽ 25 മിനിറ്റ്, 1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു ദിവസം 3 ജുസ് ഓതി തീർക്കാൻ പറ്റും.
ഒറ്റയിരുത്തത്തിൽ അങ്ങനെ ഒരു 2-3 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ റമദാൻ കഴിയുമ്പോഴേക്ക് ഒരു വട്ടം കൂടി ഖുർആൻ ഓതി തീർക്കാൻ കഴിയും. വെറുതെ അങ്ങോട്ട് ഓതിപ്പോവല്ല. നമ്മളിങ്ങനെ ഓതുന്ന സമയത്ത് നമുക്ക് സുപരിചിതമായ ആയത്തുകൾ ഉണ്ടാവും, നമ്മൾ കേട്ട ആയത്തുകൾ ഉണ്ടാവും, പഠിച്ച ആയത്തുകൾ ഉണ്ടാവും. ആ ആയത്തുകൾ ഏത് സൂറത്തിലാണ്, ഏത് ഭാഗത്താണ്, എത്രാമത്തെ ആയത്താണ് എന്നൊക്കെ ഒരു കടലാസിൽ എഴുതിയെടുത്താൽ നമുക്ക് ഖുർആനുമായുള്ള ആ ഒരു ബന്ധം നിലനിൽക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഖുർആനുമായി ആ രീതിയിലുള്ള ബന്ധം നിലനിർത്തുക, ഖുർആനുമായി ബന്ധപ്പെടുക, ഖുർആൻ ഓതാൻ തയ്യാറാവുക, അദ്കാറുകൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാവുക, ഇസ്തിഗ്ഫാർ ചെയ്യാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുന്നതിൻ്റെ മുന്നേ നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.